ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും നമ്മുടെ നടുവിൽ പ്രിയപ്പെട്ട ലിസി ആൻറ്റിക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവായ ദൈവം കൊടുത്ത വിടുതലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ. കഴിഞ്ഞ നാളുകളിൽ തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് വയറുവേദനയിൽ വല്ലാതെ ഭാരപ്പെട്ടു. പലപ്പോഴും ഒരു വയറുവേദന അല്ലെങ്കിൽ ഒരു പല്ലുവേദന വന്നാൽ പോലും ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയത്തില്ല. അത്രത്തോളം ഒരു വയറുവേദന വന്ന് നാളുകൾ വർഷങ്ങൾ പോലും ഭാരപ്പെട്ട് ഹല്ലേലൂയ ഇനി എന്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ജീവൻ തീരുമോ എന്ന് വളരെ ഭാരപ്പെട്ട് പേടിച്ച് ഹല്ലേലൂയ ഇതെന്താണ് അസുഖമെന്ന് പോലും അറിയാതെ വേദനകളെ കടിച്ചമർത്തി ജോലി ചെയ്ത അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ കർത്തദാസൻ കഴിഞ്ഞ നാളുകളിൽ സഭയിൽ നിൽക്കുക തന്നെ എല്ലാവരുടെയും നടുവിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. വയറുവേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ വലിയ ദൈവ സൗഖ്യം കൊടുത്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ഈ ആലയത്തിൽ കടന്നു വരുമ്പോൾ വരുന്നതേ ഞാൻ വയറുവേദനയായിട്ടാണ് ഈ ആലയത്തിൽ കടന്നു വരുന്നത്. അന്നൊരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ കടന്നു വരുന്ന സമയം ഞാനിവിടെ ഒരു അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി മരുന്നെല്ലാം വാങ്ങിച്ചു. എനിക്ക് ഇതിന് മുമ്പ് വയറിനൊരു അസ്വസ്ഥതയായിട്ട് സ്കാനിങ്ങിന് കടന്നു ചെന്ന് അവർ വയറ് സ്കാനിങ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ലിവറിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ലിവറും കൂടി ഒന്ന് അവിടെയും കൂടി ഒന്ന് സ്കാനിങ് ചെയ്യണം, ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് താങ്ങാൻ പറ്റാത്ത വേദന തന്നെയായിരുന്നു. എങ്കിലും അവിടെ സ്കാനിങ് ചെയ്തിട്ട് അവർ പറയുന്നു ലിവർ വളരെയേറെ പ്രയാസത്തോടു കൂടി ആയിരിക്കുകയാണ്, അവിടെ വളരെ പ്രതികൂലമാണ്, വെള്ളം കെട്ടിക്കിടക്കുന്നു, അത് വളരെ അസ്വസ്ഥതയാണ്, ഇതെന്തേലും ചെയ്യണം, മരുന്ന് കഴിയും. ഞാൻ ഈ വാങ്ങിക്കൊണ്ട് വെച്ച മരുന്നൊന്നും കഴിച്ചില്ല, അതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാനിവിടെ ഉപവാസ പ്രാർത്ഥനയിലെന്ന് വൈകുന്നേരം കടന്നു വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ ദാസൻ ദൈവാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, അന്നിവിടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവാത്മാവ് കർത്താവിൻ്റെ ദാസനിലൂടെ വെളിപ്പെടുത്തി പറഞ്ഞു, വയറുവേദനയുടെ ഭാരത്താൽ ഒരു സഹോദരി വേദന കൊണ്ട് അനുഭവിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സഹോദരിയുടെ മേൽ ഇപ്പോൾ ഒരു ശക്തി ഇറങ്ങുക, ഇപ്പം മറിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ അങ്ങ് വീഴുവാൻ ഇടയായി. എങ്കിലും ഞാൻ എണീറ്റ്, പക്ഷേ എണീക്കുമ്പോൾ തന്നെ എനിക്കൊരു വിടുതൽ ഉള്ളതുപോലെ എനിക്കങ്ങ് തോന്നി. എങ്കിലും കർത്താവിൻ്റെ ദാസൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെയും പറയുവാൻ ഇടയായി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്കിലും ഞാനിങ്ങനെ ഇവിടെ കടന്നു വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല ദാസനെ, എനിക്ക് വിടുതലുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇല്ല, സ്കാനിങ് ചെയ്യണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഞാൻ വലിയ കാര്യം എടുത്തില്ല. പ്രിയമുള്ളവരെ, എങ്കിലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വേദന എന്നെ അനുദിനവും അലയടിച്ചു കൊണ്ടിരുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന. ജോലിക്ക് കടന്നു ചെന്നാലും ഞാൻ അങ്ങ് തലകുത്തനെ നിന്നാൽ ജോലി എന്ന വേദന എനിക്ക് താങ്ങാൻ പറ്റാത്ത വേദന. എങ്കിലും ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ രാത്രി കാലങ്ങളിൽ അനേകർക്ക് വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും നീ എനിക്കിങ്ങനെ ഒരു അനുഭവം തന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ, ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ വേദന എനിക്ക് സഹിക്കുന്നില്ല. മക്കളോടായാലും എനിക്കങ്ങ് ദേഷ്യ വേദന കൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് പറയും, ഇതെല്ലാം നിൻ്റെ ഒരു തോന്നലാ, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്ന വേദന അത്ര ഉണ്ട് പ്രിയമുള്ളവർ, എനിക്ക് സഹിക്കത്തില്ല. ഞാൻ പലപ്പോഴും ചർച്ചിൽ വന്നിരുന്നാലും വേദനയാണ്, ഒരു പാട്ട് പാടാൻ കഴിയത്തില്ല, എനിക്ക് വേദനയാണ്, തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാണ്, അങ്ങനെ തൈറോയ്ഡ് രോഗമുണ്ട്. ഇങ്ങനെ പലപ്പോഴും വയറിൽ ഇങ്ങനെ അസ്വസ്ഥത അലയടിച്ചുകൊണ്ടിരുന്നു. മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം വെളുപ്പിന് എൻ്റെ മാനും എൻ്റെ മോളും കൂടെ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൈറോയ്ഡുണ്ട്. അപ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, തൈറോയ്ഡിൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തൈറോയ്ഡ് ഉള്ളവരെ തൊണ്ടയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കർത്താവേ എൻ്റെ ഈ തൈറോയ്ഡെല്ലാം നീ എനിക്ക് മാറ്റിത്തരണം, എന്നിൽ അലയടിക്കുന്ന രോഗങ്ങളെല്ലാം എന്നിൽ മാറ്റിത്തരണേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ. അപ്പോൾ ഞാനും ഡോക്ടറോട് പറഞ്ഞു എനിക്ക് തൈറോയ്ഡ് ഉണ്ട് ഡോക്ടറെ, അതിൻ്റെയൊക്കെ അസ്വസ്ഥത ശരീരാകമാനം എനിക്ക് വേദനയാണ് ഡോക്ടറെ. പക്ഷേ എല്ലാ ടെസ്റ്റിനും എനിക്ക് എഴുതിയപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊന്ന് പറയട്ടെ, തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗമേ എൻ്റെ തൊണ്ടയ്ക്ക് ഇല്ല. അത് പൂർണ്ണമായി എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു. അന്നത്തെ ആ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു. അതുപോലെ ഈ വയറുവേദന എനിക്ക് സഹിക്കുന്നില്ല കർത്താവ്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനാക്കിയിരിക്കുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യുന്നു കർത്താവ്, എന്താ എൻ്റെ കഷ്ടത, എന്നിലുള്ള കുറവ് എന്താ എനിക്ക് വെളിപ്പെടുത്തണേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എങ്കിലും വീട്ടിൽ ഈ വേദന കാരണം എനിക്കങ്ങ് അസ്വസ്ഥത, വഴക്ക്, എനിക്ക് വേദന. ഞാൻ പറഞ്ഞു ജോലിക്ക് കടന്നു പോകണം, അവിടെ ചെന്നാലും എനിക്ക് അസ്വസ്ഥതയാണ്. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അനു എനിക്കൊരു ശകലവും സഹിക്കുന്നില്ല, എനിക്കറിയാം
എനിക്കറിയത്തില്ല, എനിക്കിനി വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇല്ല ചേച്ചി അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ആ ഭാഗമൊക്കെ എനിക്ക് സഹിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞാൽ നമ്മളത് ചെയ്യുക. കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഇത് നീ സ്കാനിങ് ചെയ്ത് കുറവുണ്ടോ ഇല്ലയോ വിടുതലുണ്ടോ ഇല്ലയോ നമ്മൾ അറിയണം, അത് സാക്ഷി പറയണം. പക്ഷെ ഞാനത് അനുസരിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്നെ അങ്ങനെ ആക്കിയതാണ്. എങ്കിലും ഞാൻ എന്ത് ചെയ്ത്, ഇന്നലെ മെനിഞ്ഞാന്നായപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. ജോലി സ്ഥലത്ത് അവരോട് പറഞ്ഞു എനിക്ക് എന്തായാലും സ്കാനിങ് ചെയ്യണം, സ്കാനിങ് ചെയ്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും അവർക്ക് അറിയാവുന്നുള്ളൊരു ഡോക്ടറിനെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ കടന്നുപോയി സ്കാനിങ് ചെയ്യെങ്കിൽ അവിടെ ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കർത്താവേ ഇത്ര വേദന, ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു എനിക്ക് ക്യാൻസർ തന്നെയായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അത്ര വേദന ഞാൻ അനുഭവിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എന്തോ രോഗമാണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് നീ വിടുതൽ തരണേ, എനിക്ക് ഇത്ര വേദന സഹിക്കുന്നില്ല, ഇത് ക്യാൻസർ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും പ്രിയമുള്ളവരെ, സ്കാനിങ് ചെയ്യാൻ ഞാൻ കടന്നുപോയി. വിടുതൽ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കരഞ്ഞുകൊണ്ട് പോയി. അവിടെ ചെന്നിരുന്ന് ഞാൻ കരയുക, കർത്താവേ ഇങ്ങനൊരു രോഗമൊന്നും എനിക്ക് ഉണ്ടാകരുതേ, ഇങ്ങനൊരു അവസ്ഥ വരുത്തരുതേ കർത്താവേ. ഞാൻ കരഞ്ഞു. എല്ലാവരും എന്നെ നോക്കി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിലും എന്നെ വിളിച്ച് ഡോക്ടർ സ്കാനിങ് ചെയ്തു. ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താ അസ്വസ്ഥത എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വയറ് ഒരു ശകലവും താങ്ങാൻ പറ്റാത്ത വേദന, എനിക്ക് ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. വയറെല്ലാം എനിക്ക് ആകമാനം വേദനയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അവർ സ്കാനിങ് ചെയ്തിട്ട് പറഞ്ഞു, അയ്യോ ഒരു അസുഖവുമില്ല, ഒരു രോഗവുമില്ല, ഇത് വെറുതെയാ, ഇതൊരു അസുഖവുമില്ല. ഒരു പ്രാവശ്യം സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ ലിവറിന് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലിവറിന് ഒരു കംപ്ലൈൻറ്റുമില്ല. പ്രിയമുള്ളവർ, എൻ്റെ ലിവറിനൊരു കംപ്ലൈൻറ്റുമില്ല, അത് നല്ലതായി വർക്ക് ചെയ്തു. എൻ്റെ ഈ വയറിൻ്റെ വേദനയെല്ലാം വായുവായിരുന്നു പ്രിയമുള്ളവർ, അത് ദൈവം വായുവാക്കി മാറ്റി. എനിക്ക് ദൈവം എനിക്ക് ചെയ്ത നന്മ അത്ര വലിയതാ പ്രിയമുള്ളവരെ. പലപ്പോഴും ഞാൻ ചർച്ചിൽ വരുമ്പോഴൊക്കെയും പറയും എനിക്ക് വയറുവേദന താങ്ങുന്നില്ല. അതെന്താ? കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു സ്കാനിങ് ചെയ്ത് അത് വിടുതലായോ നമ്മൾ അറിയണം, അറിഞ്ഞൊരു സാക്ഷിയായി തീരണം. പക്ഷെ ഞാനത് അനുസരിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ദൈവം ഇത്രയും വേദന. അതുകൊണ്ടല്ലേ ഞാൻ കടന്നു പോയി ഇപ്പോൾ സ്കാനിങ് ചെയ്ത് എൻ്റെ ലിവറിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല. പ്രാർത്ഥനയിൽ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തന്നെന്ന് അത് നമ്മൾ ജനത്തോട് പറയണ്ടേ പ്രിയമുള്ളവരെ? അത് ഞാൻ അനുസരിക്കാത്തതിനാണ് ഇത്രയും ദൈവം എനിക്ക് തന്ന ശിക്ഷ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് എന്നെ ഇത്രത്തോളം കരുതിയ വിധങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു പ്രിയമുള്ളവരെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മൻ ഒരിക്കൽ കൂടി കരങ്ങളെ നന്നായി ചേർത്തടിച്ച് കർത്താവായ ദൈവത്തിന് മാത്രം കൊടുക്കാമോ? അമ്മ ഹല്ലേലൂയ. താൻ ഭാരപ്പെട്ട അവസ്ഥയിൽ അമ്മ ലിവറിന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഹല്ലേലൂയ കത്തി വെക്കാതെ ഒരു വിടുതൽ കർത്താവ് കൊടുത്തു. അമ്മ ഹല്ലേലൂയ കത്തി വെക്കാതെ അമ്മ ഹല്ലേലൂയ. പലരും അമ്മ സ്വയമേ വിചാരിച്ചു അമ്മ തനിക്ക് മാരകമായ ക്യാൻസർ എന്ന രോഗമായിരിക്കുമെന്ന്. അമ്മൻ ഹല്ലേലൂയ. മരണം വരെ സ്വയമേ ഉള്ളിൽ നനച്ച് ഭാരപ്പെട്ട സാഹചര്യത്തിൽ എൻ്റെ ദൈവം നിസ്സാരമാക്കി. അമ്മൻ വലിയ പ്രതികൂലത്തെ ദൈവം ചെറുതായി മാറ്റി. അമ്മ ഹല്ലേലൂയ. അമ്മ പ്രാർത്ഥനയിൽ അമ്മൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിടുതൽ. ആമേ ഹല്ലേലൂയ. ഇത് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ആമേ താൻ ഒരു മരുന്ന് പോലും ഇതുവരെയും ആമൻ ആ അസുഖത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല. ആമൻ സ്കാനിങ് അല്ലാതെ താൻ ഒരു രൂപയുടെ മരുന്ന് പോലും താൻ സേവിച്ചിട്ടില്ല. എന്നാൽ വലിയവനെ ദൈവം വലിയ പ്രാർത്ഥനയിൽ ആമേ ഹല്ലേലൂയ ആമേ വലിയ പ്രാർത്ഥനയിൽ തൻ്റെ ജീവിതത്തെ ആമേ ഹല്ലേലൂയ മരണമായ യാതൊന്നും ഭവിക്കാതെ വണ്ണം ആമേ കത്തി വെക്കാതെ വണ്ണം കർത്താവ് ജീവനെ ആമേ സന്തോഷത്തോടെ ആമൻ കർത്താവ് ആമൻ അനുഗ്രഹത്തോടെ ഒരു ആരോഗ്യത്തെ വീണ്ടും ദൈവം ദാനമായി നൽകി. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ആമേ ഹല്ലേലൂയ. ഇത്രത്തോളം ആമേ ഹല്ലേലൂയ മരണം തൊടാതെ കത്തി വയ്ക്കാതെ കർത്താവ് രക്ഷിച്ചു. ആമേ കർത്താവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ ദൈവത്തിന് സഞ്ചരിയായിരിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.